നമ്മുടെ സിനിമാ താരം ജയറാം ഏതായാലും കൊടുങ്ങുമെന്നാണ് പറയുന്നത് കേൾക്കുന്നത്. വേറെ ഒന്നുമല്ല, ധാരക പാലക ശില്പം ജയറാമിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത് ജയറാമിന്റെ അനുമതി, അതായത് ജയറാം വിളിച്ചിട്ടാണെന്നാണ് ഇപ്പോൾ പോറ്റി പറഞ്ഞത്. ഇതിനു മുമ്പേ ജയറാം പറഞ്ഞതെന്താ, തനിക്ക് അറിയത്തേയില്ല, ഇതുവഴി പോകുമ്പോഴും ഞാനൊന്ന് റെസ്റ്റ് എടുത്തോട്ടെ എന്ന് പോറ്റി ചോദിക്കുകയും അങ്ങനെ റെസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റിയപ്പോഴാണ് ദ്വാരകാ പാലക ശില്പമാണെന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എല്ലാവരെയും വിളിച്ച് കയറ്റിയിട്ട് ഈ ശില്പം കാണിച്ചു കൊടുത്തു എന്നാണ് നമ്മുടെ പാവപ്പെട്ട നന്മമരമായ ജയറാമേട്ടൻ എന്ന് പറഞ്ഞത്. പക്ഷെ ഇതെല്ലാം കള്ളമാണെന്ന് ഇപ്പം തെളിഞ്ഞിരിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം കള്ളമാണ്. ഇത് ദ്വാരകാ പാലക ശില്പമാണെന്നും ഇതൊരിക്കലും വീട്ടിലേക്ക് കയറ്റാൻ പാടില്ല എന്നും കൃത്യമായിട്ട് അറിയുന്ന ജയറാം ഇത് വീട്ടിൽ കയറ്റിയെന്നും മാത്രമല്ല അവിടെ പൂജയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഇപ്പോഴും ഡയറക്റ്റായിട്ട് പറഞ്ഞിരിക്കുകയാണ്, മോനെ ജയറാമേ, ഇത് നിന്റെ സിനിമയല്ല, നിന്റെ കാര്യം പുകയാന്ന് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അല്ലെങ്കിലേ നീ ഒരു അഹങ്കാരിയാണ്. ഏതായാലും നീ ഇത്രയും നാൾ ആ രാജസേനോടും അതുപോലെ മറ്റുള്ളവരോടും പിന്നെ മറ്റുള്ളവരോടൊക്കെ കാണിച്ച കൂറിനും നന്ദിയിനും നിനക്ക് കിട്ടിയ ഒരു ശിക്ഷയാണെന്നേ ഞാൻ പറയുള്ളൂ. 10 പൈസ ഒരാൾക്ക് കൊടുക്കാതെ നേരെ പോയിട്ട് തമിഴ്നാട്ടിൽ പോയിട്ട് ചെന്നൈയിൽ താമസിക്കുന്ന നീ ശരിക്കും പറഞ്ഞ കേരളത്തിന് തന്നെ അപമാനമാണെന്നേ ഞാൻ പറയുള്ളൂ. ഈ ഒരു അവസരത്തിൽ പറയുകയാണ്, കേരളത്തിന് ഇയാൾ അപമാനമാണ്. ഇയാൾ ചെണ്ടമുട്ടാൻ മാത്രമാണ് ഇങ്ങോട്ട് വരുന്നത്. മലയാളികളെ പറ്റിക്കാൻ വേണ്ടി മാത്രം ഇവന്റെ ഒരു തായമ്പക, ഒരു ചെണ്ടമുട്ടല്. ഇവന്റെ വിചാരം എന്താ വെച്ചാൽ ഇവൻ വലിയ കോലത്തെ തമ്പ്രാനാണെന്നാണ് ഇവന്റെയൊക്കെ വിചാരം. ആൾക്കാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് പുച്ഛമാണ്, ഇവന്റെ ഫാമിലിക്കും വരെ പുച്ഛമാണ്. ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇവിടെ ഏറ്റവും വലിയ പുച്ഛമുള്ള ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിറ്റിൻ്റെ ഫാമിലി, അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ഇവൻ്റെ ഫാമിലി, കൃഷ്ണകുമാറിൻ്റെ ഫാമിലി, അത് കഴിഞ്ഞാൽ ജയറാമിൻ്റെ ഫാമിലിയാണ്. ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിചാരമുണ്ട്, നമ്മളെന്തോ ഒരു വലിയ കൊമ്പത്തുള്ളതാണ്, ബാക്കിയുള്ളവരൊക്കെ വെറും പശുക്കളാണ്, പുഴുക്കളാണ്, അല്ലെങ്കിൽ വേറെ എന്തോ ആണ് എന്നുള്ളൊരു വിചാരം ഇവറ്റകൾക്ക് നല്ല രീതിയിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ വളരെയധികം പുച്ഛമാണ്. ഏതായാലും ഇപ്പോഴെന്ന് പറഞ്ഞാൽ ജയറാം എന്ന് പറയുന്നവൻ ശരിക്കും പെട്ടുപോയിട്ടുള്ളത്. അതായത് മറ്റേ അച്ചിക്കള്ളനുണ്ടല്ലോ, എന്നതിൻ്റെ പേര് ഗൂറ്റിയ, ഈ ഗൂറ്റീൻ്റെ കൂടെ ചേർന്നിട്ട് അവൻ ശരിക്കും പറഞ്ഞ ശബരിമലയെ കെട്ടുമുടിക്കാൻ വേണ്ടിയിട്ട് കൂട്ടു നിന്നു എന്നാണ് പറയുന്നത്. 2-3 ദിവസത്തിനുള്ളിൽ ജയറാം എന്ന് പറയുന്നവനെ അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്യുക തന്നെ വേണം, അവനെ കയ്യാമം വെച്ച് നടത്തിക്കണം. ഞാൻ പറഞ്ഞല്ലോ, അയ്യപ്പൻ്റെ മുതൽ കെട്ട് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളെ പൂട്ടാൻ വേണ്ടിയിട്ട് അയ്യപ്പൻ വരും. പാതാളത്തിൽ പോയിട്ട് നിങ്ങളെ കൊണ്ടുവരുമായിരുന്നു, അതാ മനസ്സിലാക്കട്ടെ. ചത്ത് മണ്ണടിഞ്ഞു കഴിഞ്ഞാലും നിങ്ങളെ അയ്യപ്പൻ വിടൂല, അവിടുന്ന് തോണ്ടിക്കൊണ്ടുവരും. കാരണം അതുപോലെയുള്ളൊരു സംഭവമാണ് ഇപ്പോഴും കാണുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഒരുത്തൻ ഹോസ്പിറ്റലാണ്, അയാൾ ICUവിലാണ്. ആ ICUവിൽ കിടക്കുന്നവനെ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോണ്ടി വെളിയിലിട്ടു. അങ്ങനെ നീ ICUവിൽ കിടന്ന് സൂഹിക്കണ്ട, നീ അവിടെ ജയിലിൽ കിടന്നാൽ മതി എന്നാണ് അയ്യപ്പൻ്റെ കൽപ്പന. അങ്ങനെ അയ്യപ്പൻ്റെ കൽപ്പന പേടിച്ചിട്ട് ഇപ്പോഴും ജയറാം അടക്കമുള്ളവരെന്ന് പറഞ്ഞാൽ വിറച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതാണ് ഞാൻ പറയുന്നത്, വെറുതെ വിടുവേ ചില മക്കളെ. അയ്യപ്പൻ്റെ മുതലുകെട്ട ഒരുത്തനെയും അയ്യപ്പൻ വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം പകയോട് കൂടിയിട്ടായിരിക്കും ഇനി അയ്യപ്പൻ കാണുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ജയറാം എന്ന് പറയുന്ന അച്ചിക്കള്ളൻ ആരുടെ മുന്നിലും മോച്ചാനിച്ച് നിൽക്കും. ഇവൻ എല്ലാവരുടെയും സുഖിപ്പിക്കലാണ് ഇവന്റെ പണി. അതായത് ഇവൻ ചിരിച്ച് ഇവന്റെ മകന് പിന്നെ ചാൻസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും, എല്ലാ സംഭവവും ഇവൻ നേടിയെടുക്കും. ജനങ്ങൾക്ക് 10 പൈസന്റെ ഉപകാരം ഇവൻ ചെയ്യത്തില്ല. ഒരാളോട് പോലും മര്യാദക്കൊന്നും സംസാരിക്കത്തില്ല. അത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു അഹങ്കാരിയാണ് ഈ നടൻ എന്ന് പറയുന്നവൻ. ഇവൻ ഒരുപാട് പേരെ സിനിമയിൽ നിന്നും ഔട്ടാക്കിയിട്ടുണ്ട്. ഒരു സൈലന്റ് ആയിട്ടുള്ളൊരു പാരവെപ്പുകാരനാണ് ഇവൻ. അതായത് പാര വെക്കുന്നൊന്നും അറിയില്ല. ഇതിനിടയ്ക്ക് ഒരു നിർമ്മാതാവ് പറഞ്ഞെന്താണെന്നറിയാം, 5 പൈസ ഇവൻ ഇറക്കൂല. അതായത് ഒരു നാരങ്ങ വെള്ളം കുടിച്ചിട്ട് ഇവൻ പൈസ കളയില്ല. മറ്റുള്ളവരുടെ ചെലവിലാണ് ഇവൻ സൂചിപ്പിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവന്റെ പൈസ കൃത്യമായിട്ട് ഇവന്റെ ഭാര്യൻ്റെ അടുത്ത് എത്തിക്കും, ബാക്കിയുള്ളവരുടെ പൈസ ചെലവാക്കി കഴിഞ്ഞാലും തനിക്കൊരു പുല്ലുമില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. പണ്ടൊരിക്കൽ ഇവൻ ഇലക്ഷൻ പ്രചാരണത്തിന് വന്നിരുന്നു. അന്ന് ഒരു പാർട്ടിക്ക് പോയി കഴിഞ്ഞാൽ മറ്റു പാർട്ടികൾ എന്തു വിചാരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇവൻ ചെയ്തൊരു കാര്യം എന്താണെന്നറിയാം, എല്ലാവർക്കും വേണ്ടിയും പ്രചരണത്തിന് നൽകുക. BJP അതുപോലെ കോൺഗ്രസ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്സിസ്റ്റ്, ഈ 3 പേർക്ക് വേണ്ടിയിട്ട് ഇവൻ പ്രചാരണത്തിനിറങ്ങി. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്.
അപ്പൊ അങ്ങനെയുള്ള ഒരുത്തനാണ് ഈ ജയറാം എന്ന് പറയുന്നവൻ. അതായത് വെറും സൂചിപ്പിക്കൽ മാത്രം. മമ്മൂട്ടിയെ സൂചിപ്പിക്കും, മോഹൻലാലിനെ സൂചിപ്പിക്കും, കമലഹാസനെ സൂചിപ്പിക്കും, അങ്ങനെ എല്ലാവരെയും അയ്യോ അയ്യോ പാവേ പാവേ എന്ന് പറഞ്ഞിട്ട് ഇവൻ എല്ലാവരെയും സൂചിപ്പിക്കും. എന്നാലോ അതിൻ്റെ ഉള്ളിലൂടെ ഇവൻ ഭാര്യയും വെക്കും. ഇവനാക്കിയ രാജസേനൻ എന്ന് പറയുന്ന ഒരു സംവിധായകനെ ഇല്ലായ്മ ചെയ്തത് മെയിൻ ജയറാമാണ്. അതിൻ്റെയൊക്കെ പാപമാണ് നീ അനുഭവിക്കുന്നത്. ഇപ്പോഴും നീ അനുഭവിക്കുന്ന സമാധാനക്കേട്, നിന്റെ കുടുംബത്തിലുള്ള സമാധാനക്കേട്, അയ്യപ്പന്റെ മുതല് നീ നിന്റെ വീട്ടിൽ വെക്കുമ്പോഴും നീ ഇത്രയൊന്നും കരുതിയിട്ടില്ല അല്ലേ ജയറാമ? നീ ഇത്രയൊന്നും കരുതിയിട്ടില്ല. അയ്യപ്പന്റെ മുതല് നിന്റെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ നിനക്കെങ്കിലും പറഞ്ഞുകൂടെ എൻ്റെ പൊന്നുമക്കളെ ഇവിടെ കൊണ്ടുവരരുത്, ഇതെന്ന് പറഞ്ഞാൽ ശാസ്താവിൻ്റെതാണ്. അതുമാത്രവുമല്ല, ശാസ്താവിൻ്റെ ആ ഒരു ഇതിന് ഒരുപാട് പവിത്രതയുണ്ട്. അത് തനിക്കെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ? തനിക്കും അപ്പോഴെന്താ വേണ്ടത്? ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഫെയിമും പിന്നെ നക്കാപ്പിച്ച പൈസയും അതുപോലെ തന്നെ ഇത് കുറേ ആൾക്കാർ കാണിക്കാം എന്നുള്ള ഒരു സംഭവം, ഇതല്ലേ നിനക്കും വേണ്ടതായിരുന്നു? അതുകൊണ്ടല്ലേ നീ ഒന്നും മിണ്ടാതിരുന്നത്? ഇതാണ് ഞാൻ പറയുന്നത്. ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ അക്ഷി കള്ളനാണ്. ഇവനൊന്നും വെറുതെ വിടാൻ പാടില്ല. അതായത് ഇവൻ ഇപ്പോൾ പിടിച്ചതെന്ന് പറഞ്ഞാൽ അയ്യപ്പൻ തന്നെയാണ്. ഇനി ഇവൻ അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ എന്താ പറയുക കണ്ടക ശനി ആരംഭിച്ചു എന്നേ ഞാൻ പറയുള്ളൂ. അതായത് ജനങ്ങൾ ഇവനെ കയ്യാമം വെച്ച് കൊണ്ടുപോകണം. ഇവനെ കയ്യാമം വെച്ച് കൊണ്ടുപോകുന്ന നമുക്കൊന്ന് കാണണം. ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ കക്കാൻ കൂട്ടു നിൽക്കുന്നവൻ തന്നെയാണ്. ഒരിക്കലും നമ്മൾക്ക് അങ്ങനെ എന്താ പറയേണ്ടത് ജയറാം ഡീസൻ്റ് ആണെന്ന് പറയാൻ പറ്റൂല. ഞാൻ പറഞ്ഞല്ലോ, അയാളെ കാര്യസാധ്യത്തിന് മാത്രം വേണ്ടിയിട്ട് അയാൾ എന്തു വേണമെങ്കിലും ചെയ്യും. ആരുടെ മുമ്പിലും കുനിഞ്ഞ് താണ് വണങ്ങി കാല് പിടിച്ച് നിൽക്കും. അതാണ് എന്തെങ്കിലും റോളിന് വേണ്ടിയിട്ട് എന്തെന്നാലും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇയാൾക്ക് പല റോളുകളും കിട്ടുന്നത് ഇയാളുടെ ആ ഒരു കുനിഞ്ഞു മണങ്ങിയിട്ടുള്ള ആ താഴ്മയാണ് സ്വഭാവം കൊണ്ടാണ്. കമലഹാസന്റെ മുന്നിലൊക്കെ ഇയാൾ നിവർന്ന് നിൽക്കത്തില്ല. കമലഹാസന്റെ മുന്നിലൊക്കെ ഇങ്ങനെ മണങ്ങിക്കൊണ്ടാണ് നിൽക്കുന്നത്. അത്രമാത്രം ബഹുമാനമാണ് ഇയാൾക്ക് എന്നാണ് എല്ലാവരും പറയുന്നതെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതൊക്കെ ഇവൻ്റെ ഒരു അഭിനയമാണ്. ഇവൻ ഭയങ്കരമായിട്ടുള്ള അഭിനേതാവാണ്. ഇവൻ്റെ പൈസ ഇവൻ്റെ കുടുംബത്തിനും ഇവനും നല്ലത് വരണമെന്നോ മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ജയറാം എന്ന് പറയുന്ന മാന്യൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവൻ മലയാളികൾക്ക് 10 പൈസ സഹായം ചെയ്യത്തില്ല. ഇവൻ ഇവിടുന്ന് സിനിമ കഴിഞ്ഞ ആ നിമിഷം തന്നെ ഇവൻ ഓടും ചെന്നൈയിലേക്ക്. കാരണം എന്താ വെച്ചാൽ ഇവന് ഇവിടെ ഒരു റോളുമില്ല, കേരളത്തിന് ഇവന് ഒരു റോളുമില്ല. കേരള മക്കളുടെ പൈസ വേണം, അവർ സിനിമ കാണണം, ഇതൊക്കെ ചെയ്യണം. പക്ഷേ കേരള മക്കൾക്ക് വേണ്ടിയിട്ട് ഇവനൊന്നും ചെയ്യത്തില്ല. ഇവനെന്തോ കേരളക്കാരോടും മലയാളികളോടും എന്തോ ദേഷ്യമുള്ളതുപോലെയാണ്. അതായത് ഇവനെന്തോ വൈരാഗ്യമാണ് മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവനെന്തോ മലയാളികളെ ശരിക്കും പറഞ്ഞാൽ കണ്ടൂടാ. അമ്മാതിരി തൊട്ടിത്തരമാണ് ഇവൻ്റെ മനസ്സ് മുഴുവൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഏതായാലും ജയറാം എന്ന് പറയുന്നവൻ്റെ കട്ടയും പടവും അടങ്ങിയെന്നേ പറയാനുള്ളൂ. വിടരുത് ഇവനൊന്നും, വെറുതെ വിടരുത്. ഇവനെ നല്ല ശബരിമലയുടെ ശാസ്താവിൻ്റെ ആഭരണങ്ങൾ കട്ട, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് സ്വർണം കട്ട ഒരുത്തനെ പോലും വെറുതെ വിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൽത്തുറങ്കിലടക്കണം എല്ലാവരെയും. വിചാരണ പോലും വേണ്ട, ജാമ്യം പോലും കൊടുക്കരുത്. ഇവന്മാരൊക്കെ ശരിക്കും അനുഭവിച്ചിട്ട് തന്നെ അവിടുന്ന് കരഞ്ഞ് തലതല്ലി തീർക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ. അമ്മാതിരി തൊട്ടിത്തരമാണ് ഇവരൊക്കെ ചെയ്തിരിക്കുന്നത് കുറേ ആൾക്കാർ. എന്നിട്ട് അവൻ്റെ ഒരു തായമ്പക കൊട്ടല്, അവൻ്റെ ഭജന ഇരിക്കല്, അവൻ്റെ ഭാവവും മട്ടെല്ലാം കണ്ടാവേ എന്നാ വിചാരിക്കാറ് ഇവനാണ് ഈ ദൈവങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ എന്ന്. അമ്മാതിരി ഇതാണ്, അമ്മാതിരി കോലം കെട്ടലാണ് ഈ ജയറാം എന്ന് പറയുന്നവൻ. അതുപോലൊരു വേട്ടാവളിയാണ് ഇവൻ. എന്നിട്ട് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ കുടുങ്ങുമെന്നായപ്പോഴും ഇവൻ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോലും. ഇപ്പൊ കരയുന്നു പോലും ഇവൻ, എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞിട്ട്. പച്ച നുണയാന്ന് ഇവൻ പറഞ്ഞത്. ഇവൻ പോറ്റീനെ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് അറിയുകയും ചെയ്യും. ഇപ്പൊ SIT അവരെ വീട്ടിലെത്തിയിട്ടുണ്ടാകും, ഏതായാലും അറസ്റ്റ് ചെയ്യുന്നുണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ പിടിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പൊന്നു സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ. നന്ദി, നമസ്കാരം.